നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ 2 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന് ആവർത്തിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ ആരോപണങ്ങൾ തുടർന്നുള്ള വലിയ വിവാദം, അതിനൊക്കെ പിന്നാലെ റീടെസ്റ്റിന് കളമൊരുങ്ങിയിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ആദ്യമായാണ് ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം കേന്ദ്രം സമ്മതിക്കുന്നത്. പക്ഷേ അത് ഏത് തരത്തിലുള്ള ക്രമക്കേട്, ഏത് സ്വഭാവത്തിലുള്ളത് എന്നൊന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുമില്ല. ഇതിൻ്റെ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും ഇത്? റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏത് തരത്തിലുള്ള ക്രമക്കേട് സ്വഭാവം എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായത്, അതോടൊപ്പം തന്നെ ഏത് കേന്ദ്രങ്ങളിലുള്ള ക്രമക്കേട് തുടങ്ങിയ കാര്യങ്ങളും തന്നെ ഇതുവരെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു പ്രതികരണത്തിലാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 2 ഇടങ്ങളിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ശക്തമായ നടപടി NTA ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, നേരത്തെ അടക്കം കേന്ദ്രമന്ത്രി സ്വീകരിച്ച നിലപാട് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന നിലപാട് തന്നെ ഇത് സ്വീകരിച്ചത്. ക്രമക്കേട് ആവർത്തിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കേന്ദ്രമന്ത്രി തയ്യാറായില്ല. ഇതാദ്യമായാണ്, ഈ പ്രതിഷേധമെല്ലാം തുടരുമ്പോൾ ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രി ഇത്തരമൊരു കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ഇപ്പോഴും രംഗത്തുണ്ട്. പല വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുള്ളപ്പോഴാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇത്തരമൊരു സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നും ചോദ്യമാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അതിൽ ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.